പൃഥ്വി മോളും ഉണ്മേ അവരെത്തി. അയ്യോ എന്റെ മോള് മോളെ 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 മോക്കൊന്നും പറ്റിയില്ലല്ലോ. നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചല്ലോ മോളെ. എന്റെ പൊന്നു മോളെ. വിഷമിപ്പിച്ചല്ലോ. എവിടെയൊക്കെ പോയത്? പൊന്നുമോളെ ഇവിടെ പോയിരുന്നു. മോളെ എവിടുന്ന തിരിച്ചു കിട്ടിയേ? കിട്ടിയിട്ടെന്നോ? സാരല്ല, പേടിക്കണ്ട കേട്ടോ. അയ്യോ, പൃഥ്വിക്ക് എന്താ പറ്റിയേ? അവര് പൃഥ്വി എന്തെങ്കിലും ചെയ്തോ? കുഴപ്പമൊന്നുമില്ല ഷീ. മോനെ അല്ല പറ. വെറുതെ പറയണ്ട. കണ്ടാ തന്നെ അറിയാം ആരൊക്കെയോ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ലേ? അത് മാത്രം നടന്നാ പോരെ നമുക്ക്. പൃഥ്വി മോളെ എവിടുന്ന് കിട്ടിയത്? പൃഥ്വി ചേച്ചി അത് പിന്നെ പറ പൃഥ്വി, ആരാ എന്റെ പിന്നില്? നീ ആ മേനോനെ കണ്ടില്ലേ? ഇല്ല, ഞാൻ മേനോനെ കണ്ടില്ല. ഞാൻ മേനോനെ കണ്ടില്ല. എന്തുവാടാ നീ പറയുന്നത്? അപ്പൊ ധ്വനിമോൾ ആരുടെയിലായിരുന്നു? അത് പിന്നെ ചെറിയ ചാ ദേ, ധ്വനിമോളെ കൊണ്ടുവരുമെന്നും പറഞ്ഞു പോയ മഹതിയും മഹാനും വരുന്നുണ്ട്. അല്ല, നിങ്ങൾക്കിതെന്ത് പറ്റി? ദുർഗ, അതെ, മേനോനെ പോലെ ഒരാളുടെ അടുത്തുനിന്നല്ലേ പൃഥ്വി മോളെ രക്ഷിച്ചോണ്ട് വന്നിരിക്കുന്നത്. അതാണ് എന്റെ സംശയം. മേനോനെ പോലൊരു വലിയ ഭീകരന്റെ ഇന്ന് പൃഥ്വി എങ്ങനെയാ കുഞ്ഞിനെ ഒറ്റയ്ക്ക് രക്ഷിച്ചത്? പറ പൃഥ്വി, നീ എങ്ങനെ എന്റെ ധ്വനിമോളെ രക്ഷിച്ചേ? അത് ചേച്ചി, ഞാൻ പിന്നെ അത് എങ്ങനെ രക്ഷിച്ചു എന്നതില് എന്ത് കാര്യം? ഇതുപോലൊരു അവസരത്തില് റിസ്ക് എടുത്ത് കുഞ്ഞിനെ രക്ഷിച്ചതിലല്ലേ കാര്യം. അത് ശരിയാ. പൃഥ്വിയുടെ ധൈര്യം സമ്മതിക്കാതെ പറ്റില്ല. സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കിയിട്ടല്ലേ പൃഥ്വി ഇതൊക്കെ ചെയ്തേ? അതെ അതെ, യു ആർ ഗ്രേറ്റ് പൃഥ്വി. ഹലോ സഞ്ജയ്, എന്താ താരാ വേണ്ടത്? വെറുതെ എന്നോട് ദേഷ്യപ്പെടണ്ട. ധ്വനിമോളെ തിരിച്ചു കിട്ടിയെന്ന് അഷിത മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സത്യമാണോ താരായി പറയുന്നത്? ഈ കാര്യത്തിൽ നുണ പറഞ്ഞ് പറ്റിക്കാൻ മാത്രം ക്രൂരയല്ല ഞാൻ. ധ്വനി ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയിട്ടുണ്ട്. ഓ ഈശ്വര, എന്റെ കുഞ്ഞ്, അവളെ തിരിച്ചു കിട്ടിയല്ലോ. ഇനിയെങ്കിലും ഞാൻ തെറ്റുകാരിയല്ലാന്ന് സഞ്ജയ്ക്ക് വിശ്വസിക്കാലോ. സോറി താര, മോളെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ ഞാനൊക്കെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിപ്പോയി. അതൊന്നും സാരമില്ല. സഞ്ജയ്ക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അത് മാത്രം വിശ്വസിച്ചാ മതി. ഓക്കെ, ഞാൻ താരെ വിളിക്കാം. ശരി.
അതെ, അതിലെന്താണെന്ന് അറിയണം കിരൺ. മേനോൻ പോലും അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ എന്തിനെയോ ഭയപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അമ്മയും പൂർണ്ണിമ ചേച്ചിയുടെ അച്ഛനും കൂടി മേനോനെ ജയിലിലാക്കാൻ പാകത്തിനുള്ള എന്തോ തെളിവുകൾ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ അതിന്റെ അവസാന ഘട്ടത്തിൽ നമുക്കറിയാത്ത എന്തൊക്കെയോ സംഭവിച്ച് കാര്യങ്ങൾ കൈവിട്ടുപോയി. അങ്ങനെയാവും മേനോൻ അന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. അതുവരെ അവര് ശേഖരിച്ച തെളിവുകൾ കൈക്കലാക്കാൻ മേനോൻ അന്ന് ശ്രമിച്ചിട്ടുണ്ടാവാം. അതില് പലതും അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതി മേനോൻ ഇത്രയും നാളും സമാധാനത്തോടെ ഇരുന്നു. ഇപ്പോ ആ തെളിവുകള് ഡയറിയിലും ഫയലിലും ഒക്കെ ഉണ്ടെന്ന് അയാൾക്ക് തോന്നണമെങ്കിൽ ഒരുപക്ഷെ അന്ന് അയാൾക്ക് കിട്ടിയത് തെളിവുകളുടെ ചില ഭാഗങ്ങൾ മാത്രമായിരിക്കാം. അല്ലെങ്കിൽ അമ്മയ്ക്കും അങ്കിളിനും എന്തോ ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ആ തോന്നല് മേനോനും ഉണ്ടായിട്ടുണ്ടാവണം. അതിന് സാധ്യതയുണ്ട്. മേനോനെ കുറിച്ച് അവരെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് കിട്ടിയ തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കുക സ്വാഭാവികമാണ്. നമ്മളായാലും അങ്ങനെയല്ലേ ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ആ ഡയറിയിൽ എന്താണെന്ന് നമുക്കറിയണം. പൂർണ്ണിമ ചേച്ചിയോട് ചോദിച്ചിട്ട് അതെടുക്കാൻ പറ്റില്ല. അവസരം നോക്കി ആർക്കും സംശയം തോന്നാതെ നമുക്കതെടുക്കണം.